ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായത് ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികളാണ്. വിമാനം റദ്ദാക്കലും റൂട്ട് മാറ്റുന്നതും തുടരുന്നതോടെ നാട്ടിലേക്കുള്ള വരവിൽ എല്ലാവരുടെയും നെഞ്ചിടിക്കും. ഉയർന്ന ടിക്കറ്റ് നിരക്കാണ് ഗൾഫ് റൂട്ടുകളിലെ വിമാന സർവീസുകൾക്ക്. വേനലവധിക്കാലത്ത് നിരക്ക് ഉയരുന്നത് പതിവാണെങ്കിലും ഇപ്പോഴുള്ള സാഹചര്യം പ്രവാസികളുടെ പോക്കറ്റ് കീറുകയാണ്. ഒരു ദിശയിലേക്ക് മാത്രമുള്ള യാത്രയ്ക്ക് നൽകേണ്ടത് 20,000 ദിർഹമാണ്. ഇന്ത്യൻ കമ്പനികളിലെ ശരാശരി നിരക്ക് മാത്രമാണിത്. എന്നാൽ ഗൾഫ് രാജ്യങ്ങളിലെ എയർലൈനുകളിൽ ഇത് ഏകദേശം 70,000 രൂപയ്ക്ക് മുകളിൽ വരും. ഇനി സമയമെടുക്കുന്ന കണക്ഷൻ ഫ്ലൈറ്റ് എടുത്താൽ പോലും 35,000 രൂപയ്ക്ക് മുകളിൽ ടിക്കറ്റ് നിരക്ക് നൽകേണ്ടി വരും. ഇറാൻ ഖത്തറിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയതാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാവാനുള്ള പ്രധാന കാരണം. ആക്രമണത്തിന് പിന്നാലെ ഉടലെടുത്ത പ്രതിസന്ധി ഇനിയും പരിഹരിച്ചിട്ടില്ല. ഇതിനിടെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തുമ്പോൾ ഖത്തർ എയർവേസിന്റെ 90 വിമാനങ്ങളിലായി 20,000 യാത്രക്കാർ ദോഹയിലേക്ക് സഞ്ചരിക്കുകയായിരുന്നെന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നിരുന്നു. ആക്രമണത്തിന്റെ സൂചന ലഭിച്ചപ്പോൾ തന്നെ വിമാനങ്ങൾ വഴിതിരിച്ചുവിടാൻ കമ്പനി നിർദ്ദേശം നൽകുകയും ചെയ്തു. ദോഹയിലെ ഹമദ് വിമാനത്താവളത്തിൽ 100 വിമാനങ്ങൾ ടേക്ക് ഓഫിന് തയ്യാറെടുക്കുകയായിരുന്നു എന്ന വിവരവും പുറത്തു വന്നിരുന്നു.